പതിവ് പോലെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും വീണ്ടും സന്തോഷത്തോടെ പഴയതുപോലെ ജീവിച്ചു തുടങ്ങി. അമ്മു തൻ്റെ ഇച്ഛായൻ്റെ പ്രണയത്തിൽ ഓരോ ദിവസവും തളർന്നുറങ്ങുമ്പോൾ തൻ്റെ പ്രാണനെ നെഞ്ചോട് ചേർത്ത് അല്ലുവിൻ്റെ ഓരോ ദിവസവും കടന്നുപോയി. ഇതിനിടയിൽ മിസ്സായ അബ്രഹാമിനെ കുറിച്ച് പലതവണ ഡെവി അല്ലുവിനോട് ചോദിച്ചാലും നോ മൈൻഡ്. പിന്നെ ഡെവിയും അത് വിട്ടുകളഞ്ഞു. കാരണം അല്ലു ഒരു കാര്യം തീരുമാനിച്ച അതിൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല, അത്ര തന്നെ. അമ്മുവിൻ്റെ ശബ്ദം പഴയതുപോലെ ആയിട്ടില്ല എങ്കിലും അവൾക്ക് പ്രതീക്ഷയും കരുത്തും നൽകി കൂടെ ഉണ്ടായിരുന്നു അവൻ. അമ്മുവിൻ്റെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായി അല്ലു അവളുമായി പാരീസിലേക്ക് പോയി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അമ്മുവിന് നല്ല മാറ്റം കൊണ്ടുവന്നു. പൂർണ്ണമായിട്ടില്ലെങ്കിലും ചെറുതായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പുറമേ പറഞ്ഞില്ലെങ്കിലും ഇച്ഛ എന്ന അമ്മുവിൻ്റെ വിളി കേൾക്കാൻ അവൻ അത്രമാത്രം കൊതിച്ചിരുന്നു. അന്ന് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് പൂപ്പിയുടെ അവസ്ഥ കണ്ടറിഞ്ഞതിനാൽ അവനെ കൂടി അവർക്കൊപ്പം കൊണ്ടുപോയി. ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് പൂപ്പിയുടെ കുരുത്തക്കേട് കൂടി വരുന്നുണ്ട്. അല്ലുവാണ് അവൻ്റെ ഇര. എപ്പോൾ അവൻ അമ്മുവിനെ അടുത്ത് വന്നാലോ അന്നേരം പൂപ്പി ഓടിയെത്തും, അവളുടെ കയ്യിൽ കയറും. ഏതു നേരത്താണോ ആവോ? അല്ലു ഒരു നിമിഷം ചിന്തിക്കാതിരുന്നില്ല. പാരീസിലായിരിക്കുന്ന ടൈം രാവിലെയും വൈകുന്നേരം കളത്തിങ്കിലേക്കും അമ്മുവിൻ്റെ വീട്ടിലേക്കും അതിലേക്കുമെല്ലാം കോൺഫറൻസ് പതിവാണ്. അമ്മുവിനൊന്നും സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. ആ ക്ഷീണം തീർക്കുന്നത് കണ്ണനാണ്. അമ്മുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആലോചിച്ച് മാത്രമാണ് കണ്ണനും കുഞ്ഞനുമെല്ലാം അടങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ദിവസമൊന്നും അമ്മുവിനെ പിരിഞ്ഞവർക്ക് ആകുമായിരുന്നില്ല. നാട്ടിലെ ബിസിനസ് ഡെവി കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോൾ പാരീസിലെ ഡീലിങ്സ് അല്ലു ഏറ്റെടുത്തു. പക്ഷേ എവിടെ പോയാലും അമ്മുവിനെ ഒപ്പം ചേർത്തല്ലാതെ അവൻ പോകില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഒപ്പം തന്നെ അവരുടെ പ്രണയ നിമിഷങ്ങൾക്കും പാരീസ് സാക്ഷിയായി. അമ്മു ഓൺലൈനായിട്ട് തന്നെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ കുഞ്ഞൻ PG കഴിഞ്ഞു. ഡെവിക്കൊപ്പം കളത്തിങ്കൽ ബ്രാഞ്ചിലേക്ക് കയറി. വെറും ഒരു സ്റ്റാഫായിട്ടൊന്നുമല്ല അവൻ വർക്ക് ചെയ്തത്. അവനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാക്കാൻ പലതവണ നോക്കിയെങ്കിലും അവൻ സമ്മതിച്ചില്ല. കുഞ്ഞൻ ആഗ്രഹിച്ചത് അല്ലുവിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് കളത്തിങ്കൽ സാമ്രാജ്യം കൂടുതൽ വലുതാക്കാനാണ്. അവൻ്റെ ആ തീരുമാനം ഡെവിയിലും അല്ലുവിലുമെല്ലാം അഭിമാനം തീർത്തു. പാറുവിന് അമ്മു ഇല്ലാത്തതിനാൽ അത്യാവശ്യം സെഡാണേലും കണ്ണിൻ്റെ കയ്യിലിരിപ്പ് കാണുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഭദ്രകാളിയാകും. അതുമല്ല, വാരിയേഴ്സ് ടീം ഇപ്പോൾ കളത്തിങ്കൽ സ്ഥിരം സന്ദർശകരാണ്, കൂടാതെ ഫൈറ്റേഴ്സും. അല്ലു ഇപ്പോൾ ഫൈറ്റേഴ്സിനോടും വാരിയേഴ്സിനോടും അത്യാവശ്യം സംസാരിക്കും. അവരുടെയൊക്കെ ഇച്ഛായനാണ് അലൻ. അമ്മുവിൻ്റെയും അല്ലുവിൻ്റെയും നിസ്വാർത്ഥ പ്രണയം കാണുന്നതിനാൽ പ്രണയം എന്ന കൺസെപ്റ്റിനോടുള്ള കുഞ്ഞൻ്റെ വിരോധം ഏറെക്കുറെ മാറിയിരുന്നു. ലച്ചുവിനോടുള്ള അവൻ്റെ ഫീലിങ്സ് പ്രണയമാണെന്ന് മനസ്സിലായതും അവൻ ആദ്യം അല്ലുവിനോടാണ് പറഞ്ഞത്. അല്ലു പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ്റെ ഏത് ഇഷ്ടത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതായിരുന്നു കുഞ്ഞനും വേണ്ടത്. നല്ലൊരു സാഹചര്യം നോക്കി അവൻ തൻ്റെ പ്രണയം ലച്ചുവിനോട് തുറന്നു പറഞ്ഞു. അവളുടെ മറുപടി അവൻ്റെ ഉള്ളം നിറച്ചു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആകെയുള്ളൊരു കുഞ്ഞാണ് ഞാൻ. ഇന്നേ വരെ എൻ്റെ ഒരു ഇഷ്ടത്തിനും അവർ എതിര് നിന്നിട്ടില്ല. ഞങ്ങളുടേത് കുഞ്ഞു കുടുംബമാണ്. അച്ഛനൊരു കമ്പനിയിലെ സെക്യൂരിറ്റി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്നിട്ടും എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരാനും അച്ഛൻ തടസ്സം പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം, ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൻ്റെ മകളെ മറ്റൊരു കൈകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് പ്രണയിച്ച് നടക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല. എൻ്റെ ജീവിതമാണ്. പക്ഷേ എനിക്ക് വേണ്ടി നല്ലതല്ലാതെ ഒന്നും എൻ്റെ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കുകയുമില്ല. അതിനാൽ നിങ്ങളുടെ പ്രണയത്തെ ഞാൻ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യില്ല. എനിക്ക് വിധിച്ചതാണെങ്കിൽ അച്ഛനെയോ അമ്മയോ പൂർണ്ണ സമ്മതത്തോടെ, സന്തോഷത്തോടെ, അനുവാദത്തോടു കൂടി നിങ്ങളുടെ താലി തന്നെ ഞാൻ അണിയും. ഇതായിരുന്നു അവൾ പറഞ്ഞ മറുപടി. കുഞ്ഞൻ പാറുവിനോടും ഡെവിനോടും കണ്ണനോടുമെല്ലാം തുറന്നു പറഞ്ഞു. ഒപ്പം അമ്മുവിനെയും അല്ലുവിനെയും വിളിച്ച് ലച്ചുവിൻ്റെ പ്രതികരണം പറഞ്ഞിരുന്നു. അവസാനം അമ്മുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ നാട്ടിൽ വന്ന ശേഷം ലച്ചുവിൻ്റെ വീട്ടിൽ പോകാമെന്ന് അവർ തീരുമാനിച്ചു. അല്ലുവും അമ്മുവും പോയിട്ടിപ്പോൾ 2 മാസമായി. ഈ ദിവസങ്ങളിൽ എല്ലാത്തതിലും അമ്മു അല്ലുവിൻ്റേതായി മാറിയിരുന്നു. എല്ലാ സീമകളെയും ലംഘിച്ച് അവനെന്ന നദി അവളിലേക്ക് ഒഴുകി ചേർന്നു.
അമ്മുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസംബർ 30 കൂടി അവസാനിക്കുമെന്നും ബാക്കി ഒരു മാസം നാട്ടിലായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ക്രിസ്മസിന് എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കഴിഞ്ഞില്ല. വാരിയേഴ്സും ഫൈറ്റേഴ്സും കൃഷ്ണനും സുധയും കളത്തിങ്കിലേക്ക് വന്നു. എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. മറുഭാഗത്ത് വീഡിയോ കോളിൽ അല്ലുവും അമ്മുവും പൂപ്പിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചായനും ഇച്ചായൻ്റെ പൊന്നയും ആ ക്രിസ്മസ് രാവ് അവരുടെ പ്രണയം കൊണ്ട് മനോഹരമാക്കി. ഒരുവിധം പാടുപെട്ടാണ് കുരുത്തക്കേട് കാണിച്ചിരുന്ന പൂപ്പി അടക്കി കിടത്തിയത്. ഡിസംബർ 26 ക്രിസ്മസിന് പിറ്റേന്ന് ഔട്ടിങ്ങിനിറങ്ങിയതാണ് അല്ലുവും അമ്മുവും. അമ്മുവിൻ്റെ കയ്യിൽ തന്നെ എപ്പോഴത്തെയും പോലെ പൂപ്പിയിരിപ്പുണ്ട്. അവൾ മാളിലേക്കാണ് പോയത്. ഏറുനേരം അവിടെ ചെലവഴിച്ച് അമ്മുവിന് 2 ചോക്ലേറ്റും പൂപ്പിക്ക് വേണ്ടതും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും വാങ്ങിച്ചു. പാർക്കിംഗ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മുവിനെ ഇപ്പുറം നിർത്തി അല്ലു അപ്പുറത്തേക്ക് പോകാനായി ഇറങ്ങി. പെട്ടെന്നാണ് അവന് നേർക്ക് നിയന്ത്രണം വിട്ടൊരു കാറ് പാഞ്ഞു വന്നത്. ഒരു നിമിഷം അനങ്ങാൻ കഴിയാതെ നിന്നുപോയി അമ്മു. മരണം കൺമുന്നിൽ വന്നതുപോലെ അവളുടെ ഉള്ളം പിടച്ചു. ഇച്ചാ, സർവശക്തിയുമെടുത്ത് അലറി വിളിച്ചു അവൾ. ഒന്നും കാണാൻ ത്രാണിയില്ലാതെ പൂപ്പിയെ നെഞ്ചോടടക്കി കണ്ണുകളടച്ചവൾ താഴേക്കിരുന്നു. അടഞ്ഞ കണ്ണുകളിൽ നിന്നും എഴുന്നീർ ഒഴുകിയിറങ്ങി. വിതുമ്പലോടെ ഇച്ഛ എന്നവൾ വിളിച്ചുകൊണ്ടിരുന്നു. പൊന്ന. നേർത്ത ശബ്ദം കേട്ടവൾ തല ഉയർത്തി നോക്കി. തനിക്ക് മുന്നിലൊരു കുഴപ്പവുമില്ലാതിരിക്കുന്നവനെ കാണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു അവൾ. കൊതി തീരെ അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി അവിടെ ആദരം അമർത്തി. അമ്മുവിൻ്റെ കയ്യിലിരുന്ന പൂപ്പിയും അല്ലുവിൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ആ മിണ്ടാപ്രാണിയും വല്ലാതെ ഭയന്നു പോയിരുന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവളുടെ കണ്ണുകൾ ചുറ്റും പതിഞ്ഞു. അല്ലുവിന് നേരെ വന്ന കാർ അടുത്തുള്ളൊരു മരത്തിൽ ഇടിച്ചു നിൽക്കുന്നു. പൊന്ന. അവളുടെ കണ്ണുകളിൽ നോക്കി വിളിച്ചു അവൻ. ഇച്ച. വിളിച്ച ശേഷമാണ് തനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലായത്. ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. തന്നെ നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത്. ഇച്ച, എനിക്ക് എൻ്റെ ശബ്ദം. ഇടറിപ്പോയ സ്വരത്തോടെ അവൾ അവനെ നോക്കി. സന്തോഷം കൊണ്ട് വിറയ്ക്കുന്ന ദേഹത്തോട് അല്ലു അവളെ മുറുക്കെ പുണർന്നു. പരസ്പരമൊന്നും പറയാതെ അല്ലു അവളെ കൈകളിലേക്ക് കോരിയെടുത്തു. അമ്മുവിൻ്റെ കയ്യിലായി പൂപ്പിയും ഇരുന്നു. തിരികെ റൂമിലേക്ക് കയറിയതും അല്ലു അവളെ മുറുക്കെ പുണർന്നു. ഇച്ച എന്ന് വിളിച്ചേ പൊന്നെ. ഇടറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇച്ച. വിളിച്ചു പൂർത്തിയാക്കും മുന്നേ അവളുടെ ആദരങ്ങൾ കവർന്നു അവൻ. വല്ലാത്ത ആവേശത്തോടെ അതിലൊളിപ്പിച്ചു വെച്ചടങ്ങാത്ത പ്രണയത്തോടെ അവളുടെ ആദരങ്ങളിലെ മധു നുകർന്നു ഏറെ നേരം. അല്ലു അന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് ഉടൻ നിർത്താതെ ബാക്കിയുള്ളവ നാട്ടിൽ പോയി തുടരാൻ തീരുമാനിച്ചു. പെട്ടെന്നുള്ള ഷോക്ക് കാരണമാണ് വീണ്ടും അമ്മ സംസാരിക്കാൻ തുടങ്ങിയതെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മുവിന് സംസാരിക്കാൻ കഴിയുമെന്ന് വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല. അമ്മു തന്നെയാണ് തടഞ്ഞതും. അങ്ങനെ 2 മാസത്തിനു ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചു. രാത്രി 10 മണിക്കടുത്തായി വീട്ടിലെത്തിയപ്പോൾ സുധയും കൃഷ്ണനും ക്രിസ്മസിന് വന്ന ശേഷം തിരികെ പോയിരുന്നില്ല. പാറു വിട്ടില്ലെന്ന് വേണം പറയാൻ. ഹോളിഡേ ആയതിനാൽ കുഞ്ഞനും കണ്ണനും വീട്ടിലുണ്ടായിരുന്നു. പുറത്തൊരു കാറ് വന്ന് ശബ്ദം കേട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിടർന്നു. മോളെ, അമ്മൂസേ വിളിച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അമ്മുവിനെ 2 അമ്മമാരും ചേർത്ത് പിടിച്ചു. എന്തായാലും ട്രീറ്റ്മെൻറ്റ് കഴിയാതെ വന്നത്, അതും പറയുക കൂടി ചെയ്യാതെ. അല്പ സംശയത്തോടെ ഡെവി തിരക്കി. നമുക്കകത്തേക്ക് പോകാം. മറുപടിയൊന്നും പറയാതെ അവൻ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറി. അമ്മ മുന്നേ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് ഡെവിയെയും കൃഷ്ണനെയും അവർക്കൊപ്പം പാറുവിനെയും സുധയും സോഫയിലിരുത്തി. അവൻ്റെ പ്രവൃത്തി അല്പം സംശയത്തോടെയാണ് എല്ലാവരും വീക്ഷിച്ചത്. പാറു എന്തോ ചോദിക്കാനാഞ്ഞതും അവർക്ക് മുന്നിലായി മുട്ടുമടക്കിയിരുന്നു അമ്മു. മോളെ. സംശയം നിറഞ്ഞ മുഖത്തോടെ സുധ വിളിച്ചു. അമ്മേ, അച്ഛേ, പപ്പ, അമ്മ. 4 പേരെയും നോക്കി അവൾ വിളിച്ചു. ശ്വാസം നിലച്ച പോലെ അവളെ നോക്കി നിന്നുപോയി എല്ലാവരും. പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ സുധ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. പാറു നിറഞ്ഞ കണ്ണുകളോടെ അല്ലുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിയോടെ ഡെവി അമ്മുവിൻ്റെ മുടിയിഴകളിൽ തലോടി. കണ്ണൻ്റെയും കുഞ്ഞൻ്റെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അപ്പോഴും ഒന്നും മിണ്ടാതെ അമ്മുവിനെ തന്നെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയിരിക്കുകയാണ് കൃഷ്ണൻ.
സുധയിൽ നിന്നും അടർന്നു മാറി അവൾ കൃഷ്ണന്റെ മുന്നിലിരുന്നു. അച്ഛേ, നിറഞ്ഞ കണ്ണുകളോടെ അവൾ വിളിച്ചതും അച്ഛയുടെ പൊന്നേ. വിതുമ്പലോടെ വിളിച്ചു വിറയ്ക്കുന്ന കരങ്ങളോടെ അയാൾ അവളെ മുറുക്കെ പുണർന്നു. ആ പാവം അനുഭവിക്കുന്ന സന്തോഷ കണ്ണീരായി ചാലിട്ടൊഴുകി. ഹൃദയസ്പർശമായ നിമിഷങ്ങളായിരുന്നു ആ സമയം. അമ്മുവിന് സംസാരിക്കാൻ കഴിയുമെന്നറിഞ്ഞതും പിള്ളേരെല്ലാവരും കൂടി കളത്തിങ്കിലേക്ക് ഓടിയെത്തി. പിന്നെ അന്നത്തെ ദിവസം അവിടെ ആഘോഷമായിരുന്നു. സദ്യ ഉണ്ടാക്കാനും പായസം വയ്ക്കാനുമൊക്കെ അമ്മമാർ ഉത്സാഹത്തോടെ കിച്ചണിലേക്ക് കയറി. അന്നവിടെ ഉത്സവം പോലെ ആയിരുന്നു. അല്ലുവിന് അവൻ്റെ പൊന്നയെ അടുത്ത് കിട്ടിയതേയില്ല. അതിൻ്റെ കുശുമ്പ് ചെക്കൻ്റെ മുഖത്ത് ആവോളമുണ്ട്. അതേ ഭാവം തന്നെയായിരുന്നു പൂപ്പിക്കും. ഇച്ചായനെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതിനുവേണ്ടി പൂപ്പി തൻ്റെ ദേഷ്യമെല്ലാം ഫുഡിനോട് തീർത്തു. വൈകുന്നേരം ടീംസ് എല്ലാം പോയപ്പോൾ ഇച്ചായൻ്റെ അമ്മൂട്ടിയെ അങ്ങ് പൊക്കി. ഇന്നലെന്ന പോലെ ഓരോ ദിവസവും കടന്നുപോയി. ലച്ചുവിൻ്റെ വീട്ടിൽ ഡെവിയും അല്ലുവും കൂടെ സംസാരിച്ചു. നിശ്ചയം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞേക്കും അവരെ വിവാഹം നടത്തി. അമ്മ ഉള്ളത് കൊണ്ട് തന്നെ ലച്ചുവിനെ കളത്തിങ്കിലേക്ക് ചേരാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുറമേ കാണുന്നതിലും അപ്പുറം പൊട്ടത്തരങ്ങൾ ലച്ചുവിൻ്റെ കയ്യിലുണ്ടെന്നും കല്യാണം കഴിഞ്ഞ ശേഷമാണ് പാവം കുഞ്ഞിന് മനസ്സിലായത്. കെട്ടിപ്പോയില്ലേ, സോ അവളുടെ പൊട്ടത്തരങ്ങൾ ചെക്കൻ ശീലമായി. കുഞ്ഞൻ തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടിപ്പോൾ കമ്പനി MD ആണ്. അവനോട് സ്വന്തമായൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ അല്ലു പറഞ്ഞെങ്കിലും എനിക്ക് ചായൻ്റെ കൂടെ നിന്നാൽ മതിയെന്നും പറഞ്ഞ ചെക്കനൊരു പോക്ക്. ലച്ചുവിൻ്റെ അച്ഛൻ ദാസ് സെക്യൂരിറ്റിയായി വർക്ക് ചെയ്യുന്ന കമ്പനി പൂട്ടിയതിനാൽ അദ്ദേഹം ഇപ്പോൾ സ്വന്തമായി ഒരു ചെറിയ കട നടത്തുവാണ്. ലച്ചുവിൻ്റെ അമ്മ രോഹിണി ലച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ടെറ്റ് എഴുതിക്കൊണ്ടിരുന്ന് ഒപ്പം B.Edും ചേർന്നിരുന്നു. അതിനാൽ അവർ ഇപ്പോൾ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികയാണ്. അമ്മുവിൻ്റെ അച്ഛനും അമ്മയും പോലെ പാവങ്ങൾ തന്നെയാണ് ഇരുവരും. കണ്ണനും അമ്മുവും ലച്ചുവും ഡിഗ്രി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പാസ് ഔട്ടായി. ഇനി പഠിക്കാൻ പോണില്ലെന്ന് പറഞ്ഞിരുന്ന് അല്ലു കുത്തിപ്പൊക്കി MBAക്ക് ചേർത്തു. കളത്തിങ്കിൽ വന്ന ശേഷം ലച്ചു അല്ലുവുമായിട്ട് കട്ട കമ്പനിയാണ്. കുഞ്ഞിനുമായി അടിയുണ്ടാക്കിയ ശേഷം അവൾ നേരെ ഓടുന്നത് അല്ലുവിൻ്റെ അടുത്തേക്കാണ്. അല്ലു ഇല്ലെങ്കിൽ പപ്പാന്ന് വിളിച്ച് ഡേവിഡിൻ്റെ അടുത്തേക്ക് ഓടും. പാറുവിന് പിന്നെ ഒന്നിനു പകരം 2 പെൺമക്കളെ കിട്ടിയ സന്തോഷമാണ്. പൂപ്പിയും ലച്ചുവും ദൈവം അനുഗ്രഹിച്ച് തമ്മിൽ ചേരുകയേയില്ല. കീരിയും പാമ്പും പോലെയാണ് രണ്ടും. കഥ എന്തെന്നാ, മാനമര്യാദയ്ക്കിരിക്കുന്ന ലച്ചുവിനെ പൂപ്പിയാണ് പ്രലോഭിപ്പിച്ച് വഴക്കുണ്ടാക്കുന്നത്. അമ്മുവിൻ്റെ ബേബി ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ചു നടക്കുവാണ് ലച്ചു. ഇല്ലേ പണ്ടേ പൂപ്പിയെ വലിച്ചു കീറി ഭിത്തിയിലേക്ക് ഒട്ടിച്ചേനെ അവൾ. കണ്ണനും അമ്മുവും ലച്ചുവും കൂടെ ചേർന്നാണിപ്പോൾ സർവമാന കുരുത്തക്കേടും കാണിക്കുന്നത്. ചങ്കുകൾ 3 ഒരിടത്തായതുകൊണ്ട് തന്നെ നിധിയും ജോയും നേരം വെളുക്കുമ്പോൾ തന്നെ കളത്തിങ്ങളിൽ ഹാജരാവും. MBA കഴിഞ്ഞ് തേരാപ്പാര നടന്ന അമ്മു ഉൾപ്പെടെ വാരിയസ് ടീമിനെയെല്ലാം പിടിച്ച് അല്ലു കമ്പനിയിലിട്ടു. തൻ്റെ പൊന്നായി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള മറ്റൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമ്മുടെ പിള്ളേർക്ക് കിട്ടുമെന്ന് വീട്ടുകാർ വെറുതെ വിചാരിച്ചു. പക്ഷെ സംഭവിച്ചത് എന്തെന്നാ, 5 കൂടെ ചേർന്ന് കമ്പനി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ആക്കി വെച്ചു. പിന്നെ കൊടുക്കുന്ന വർക്കെല്ലാം പെർഫെക്റ്റായിട്ട് കൃത്യസമയത്ത് ഏൽപ്പിക്കുന്നതിനാൽ ചില കുരുത്തക്കേടുകളൊക്കെ അല്ലു കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും. എങ്ങാനും ഇച്ചായൻ ദേഷ്യപ്പെടാൻ ഒരുങ്ങിയ അമ്മുവിൻ്റെ ഒരു ഫ്ലൈയിങ് കിസിൽ പാവം വീണുപോകും. അങ്ങനെ കമ്പനിയും വീടുമായി ഓരോരുത്തരുടെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഓഫീസ് വർക്ക് ചെയ്യേ അല്ലു ചോദിച്ച ഫയലുമായി വന്നതാണ് അമ്മു. ഡോറ് തുറന്നകത്ത് കയറിയതും വല്ലാതെ തോന്നി അവൾ തലയിൽ കൈവച്ച് നിന്നു. ഡോറ് തുറന്നിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാണ് അല്ലു ഫയലിൽ നിന്നും തല ഉയർത്തി നോക്കിയത്. തലയിൽ കൈവച്ച് നിൽക്കുന്ന അമ്മുവിനെ കാണി അവൻ പെട്ടെന്ന് അവൾക്കരികിലേക്ക് ചെന്നെങ്കിലും അപ്പോഴേക്കും അമ്മു ബോധരഹിതയായി നിലത്തേക്ക് വീണുപോയി. പെട്ടെന്ന് തന്നെ അല്ലു അവളെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടി. ഡോക്ടറുടെ ക്യാബിന് മുന്നിൽ നിൽക്കുമ്പോൾ ടെൻഷൻ കാരണം അവൻ്റെ ഉള്ളം വല്ലാതെ വിറച്ചിരുന്നു. ഒടുവിൽ തങ്ങളുടെ പ്രണയാംശം അമ്മുവിൻ്റെ ഉദരത്തിൽ നാമ്പിട്ടതാണെന്നറിഞ്ഞതും സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മു പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതും പിള്ളേരെല്ലാം കൂടി കമ്പനി മുഴുവൻ മധുരം വിതരണം ചെയ്തു. വിവരങ്ങൾ അറിഞ്ഞ് അപ്പോൾ തന്നെ സുധയും കൃഷ്ണനും ദാസും രോഹിണിയും വന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് അമ്മുവിനൊപ്പം ഓരോ നിമിഷവും അവനുണ്ടായിരുന്നു. അവൾക്ക് വേണ്ട എല്ലാം കൊണ്ടുവരാൻ കണ്ണനും കുഞ്ഞനും നിധിയും ജോയിയും ഒക്കെ മത്സരമായിരുന്നു. അമ്മുവിന് കണ്ണനെയോ കുഞ്ഞനെയോ കണ്ട അപ്പോൾ എന്തേലും വേണ്ടി വരും. എന്നാൽ അല്ലുവിനോട് അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ
ഒരു നിമിഷം പോലും അവനില്ലാതെ അവൾ ഇരിക്കില്ല എന്നതാണ്. പ്രഗ്നൻ്റായ ശേഷം അവൾക്ക് വല്ലാത്ത വാശിയും സങ്കടവുമാണ്. കുറച്ചു നേരത്തേക്കായാലും ശരി, അല്ലു അടുത്തില്ലെങ്കിൽ അമ്മു ഡള്ളാണ്. അമ്മുവിന് ട്രാവലിംഗ് മറ്റും പ്രോബ്ലം ഇല്ലാത്തതിനാൽ അല്ലുവിനൊപ്പം എന്നും അവളെയും ഓഫീസിൽ കൊണ്ടുപോകുമായിരുന്നു. അവളില്ലാത്ത അവനോ അവനില്ലാതെ അവൾക്കോ ഒട്ടും പറ്റില്ല എന്നതായിരുന്നു മറ്റൊരു കാരണം. പാറു ആണെങ്കിൽ അമ്മുവിന് വേണ്ടി ഓരോ ദിവസവും പുതുതായി ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലും. വോമിറ്റിംഗ്, തലകറക്കം തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും അമ്മുവിനാണേൽ വന്ന് വന്ന് വിശപ്പ് കൂടി വരുവാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും ഇപ്പം കണ്ണൻ പിടിക്കില്ല. അതുപോലെ മുൻപൊട്ടും ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാനാണ് അവൾക്കിപ്പോൾ താല്പര്യം. പ്രത്യേകിച്ചും എരിവ് കൂടിയ ഐറ്റം. അച്ചാറൊക്കെ ഒറ്റയടിക്കിരുന്ന ഒരു ടിന്ന് കാലിയാക്കും. സഹികെട്ടിപ്പോൾ സുധയും പാർവും അച്ചാറെല്ലാം പൂട്ടിവെച്ചിരിക്കുക. അമ്മുവിന് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതിനാൽ കണ്ണനും ലച്ചുവുമാണിപ്പോൾ കുരുത്തക്കേടിൻ്റെ കൂട്ട്. രണ്ടിനെയും വയ്ക്കാൻ പാവം കുഞ്ഞനും. ചില നേരം കുഞ്ഞൻ ലച്ചുവിനെ കെട്ടിയവനാണെന്ന് എല്ലാവരും മറന്നുപോകും. അമ്മാതിരിയാണ് രണ്ടിൻ്റെ പ്രകടനം. അമ്മുവിനെ അനങ്ങാനും തിരിയാനും സമ്മതിക്കാതെ അല്ലുവിന് പുറമേ ലച്ചു എപ്പോഴും കാണും, ഒരു സഹോദരി എന്ന പോലെ. കുഞ്ഞുവാവ ആദ്യം അനക്കം അറിയിച്ചതും പിന്നീട് അമ്മുവിൻ്റെ ഉദരത്തിൽ കൈ ചേർത്ത് വാവയോട് സംസാരിക്കാനായിരുന്നു എല്ലാവർക്കും ഉത്സാഹം. പക്ഷേ കുഞ്ഞാവ ആകട്ടെ ആരൊക്കെ എങ്ങനെയൊക്കെ വിളിച്ചാലും ഒന്ന് ചലിക്കുക കൂടിയില്ല. അതേസമയം എവിടെ നിന്നെങ്കിലും അല്ലുവിൻ്റെ ശബ്ദം കേട്ട വയറ്റിൽ കിടന്ന് ഡിസ്കോവരെ കളിക്കും. 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകാൻ ചടങ്ങുണ്ടെങ്കിലും ഇച്ഛയില്ലാതെ ഞാൻ നിൽക്കില്ല എന്ന അമ്മുവിൻ്റെ നിലവിളി കാരണം സുധയും കൃഷ്ണനും പെട്ടിയും പ്രമാണവും എടുത്ത് കളത്തിങ്കലിലേക്ക് വന്നു. അല്ലെങ്കിൽ തന്നെ അമ്മുവിനെ വിട്ട് ഒരു കളിക്കും ഇച്ഛായൻ നിൽക്കില്ലല്ലോ. അമ്മുവിൻ്റെ ഓരോ വേദനയിലും അവളേക്കാൾ ഏറെ അല്ലു ആയിരുന്നു സങ്കടപ്പെട്ടത്. ഓരോ ദിവസവും രാത്രി നീരുവെച്ച കാലുകൾ തിരുമ്മിക്കൊടുത്തും ഉറങ്ങാതെ അവളെ നോക്കിയിരുന്നു കഴിച്ചു നീക്കി അല്ലു. ഉറക്കത്തിലെങ്ങാനും അവൾ ചെറുതായി ഒന്ന് അനങ്ങിയാൽ പോലും അവൻ അറിഞ്ഞിരിക്കും. അതുപോലെ അമ്മുവിൻ്റെ പുതിയ ഹോബിയാണ് എത്ര രാത്രിയായാലും ഉറങ്ങാതെ കണ്ണു മിഴിച്ച് കിടക്കും. അവസാനം പഠിച്ച പണി 18 പയറ്റി നോക്കിയാണ് അവനൊന്ന് ഉറക്കുന്നത്. അവളെ ഉറക്കിയ ശേഷം മതിവരാതെ കൊതിയോടെ നേരം വെളുക്കുമ്പോഴും അവളുടെ വയറ്റിൽ കൈ ചേർത്ത് കുഞ്ഞിനോട് അവൻ സംസാരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് നിധിയും ജോയും അമ്മുവിനെ വന്ന് കണ്ടിട്ടേ വീട്ടിലേക്ക് പോകൂ. കൂടാതെ അമ്മുവിനും ലച്ചുവിനുമായി എന്തെങ്കിലും അവർ കയ്യിൽ കരുതിയിരിക്കും. കാരണം ഏതവസ്ഥയിലായാലും രണ്ടുപേരും അവർക്കൊരുപോലെയാണ്. കുഞ്ഞനിടയ്ക്ക് ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞ് ലച്ചുവിൻ്റെ അടുത്ത് ചെന്നെങ്കിലും ആദ്യം അമ്മുവിൻ്റെ വാവ വരട്ടെ എന്ന് പറഞ്ഞ് നൈസായി മുങ്ങി. കുഞ്ഞൻ്റെ ഫ്രണ്ട്സ് ശ്യാമിപ്പോൾ ഒരു ലെക്ചറാണ്. രോഹിത് IAS എടുത്ത് ട്രെയിനിങ്ങിന് പോയി. പോകുന്നതിന് മുന്നേ അമ്മുവിനെ വന്ന് കണ്ടിരുന്നു. ശ്യാം പിന്നെ ആഴ്ചയിൽ വന്ന് പോകും. വയറ്റിൽ കിടക്കുമ്പോഴേ കുഞ്ഞു വാവ തൻ്റെ കുസൃതികൾ അറിയിച്ചിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടയ്ക്കിടെ അനങ്ങാതെ കിടന്ന് എല്ലാവരെയും പേടിപ്പിക്കും, അതും കൃത്യമായി അല്ലു ഇല്ലാത്ത സമയത്ത്. അങ്ങനെ ഒരിക്കൽ ഒരുപാട് നേരം വാവ അനങ്ങാതെ ഇരുന്നതും എല്ലാവരും കൂടെ അമ്മുവിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ തയ്യാറായി. അന്നേരമാണ് മീറ്റിംഗൊക്കെ തീർത്ത് നമ്മുടെ ഈ ചായന് ഓടിപ്പിഴച്ച് വന്നത്. അമ്മുവിൻ്റെ കരഞ്ഞ കണ്ണുകൾ കണ്ട് കാര്യം തിരക്കി അറിഞ്ഞതും അവൻ അമ്മുവിൻ്റെ വയറ്റിൽ കൈവച്ച് പപ്പയുടെ പ്രിൻസസ് അമ്മയെ പേടിപ്പിക്കുവാണോടാ ചോദിച്ചു തീരേണ്ട താമസം കുഞ്ഞാവ ഒറ്റയ്ക്കായിരുന്നു. അമ്മു സ്വർഗം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് തന്നെ അമ്മുവിൻ്റെ പ്രഗ്നൻസി പീരീഡ് കടന്നുപോയി. പറഞ്ഞതിലും ഒരാഴ്ച മുന്നേ തന്നെ അമ്മുവിനെ അഡ്മിറ്റ് ചെയ്തു. അവളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറല്ലായിരുന്നു. ഒടുക്കം വേദന കൊണ്ട് പുളയുന്നവളെ ലേബർ റൂമിൽ കയറ്റിയതും സർവ്വനിയന്ത്രണവും ലംഘിച്ച് അല്ലുവിൻ്റെ കണ്ണുകൾ കലങ്ങിയൊഴുകി. അവൻ്റെ വിയെ മുറുക്കെ പുണർന്നു. അയാളും അവന് അലിവോടെ തലോടി. കൃഷ്ണൻ കണ്ണുകൾ അടച്ച് ഭിത്തിയിലേക്ക് ചാരി. അയാളുടെ മനസ്സിൽ സുധർ പ്രഗ്നൻ്റായ സമയവും അമ്മുവിൻ്റെ ജനനവുമൊക്കെ തെളിഞ്ഞു വന്നു.